താൽക്കാലിക VC നിയമനത്തിൽ ഗവർണർ സുപ്രീം കോടതിയിലേക്ക്. നിയമനം റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നതാണ് പ്രധാന ആവശ്യം. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല VC നിയമനങ്ങൾ റദ്ദാക്കിയ വിധിക്കെതിരെയാണ് അപ്പീൽ നൽകുക. വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുന്നുണ്ട്. ടിൻഡു, ഈ റിപ്പോർട്ടിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ദേവിക, ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളുടെ താൽക്കാലിക VC നിയമനവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ വന്ന കേസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിയമനം തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയിൽ നിന്നൊരു വിധി വന്നിട്ടുണ്ടായിരുന്നു. ആ വിധിക്കെതിരെയാണ് രാജ്ഭവൻ സുപ്രീം കോടതിയിലേക്ക് പോകുന്നത്. ഈ കേസ് ചൊവ്വാഴ്ച പരിഗണിക്കുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലയിൽ സിസ തോമസ് അതുപോലെ ഡോക്ടർ ശിവപ്രസാദ് 2 താൽക്കാലിക VCമാരെ നിയമിച്ചതിൽ സർക്കാരാണ് ഈ കേസുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയിലേക്ക് പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കേസിൽ ഇനി എന്തെങ്കിലും നിയമസാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കാൻ ഇത്തരത്തിൽ സുപ്രീം കോടതിയിലേക്ക് പോകുമെന്ന് നേരത്തെ തന്നെ രാജ്ഭവന്റെ ഭാഗത്ത് നിന്ന് ഒരു അറിയിപ്പുണ്ടായിരുന്നു. സർവകലാശാലയിലെ VC നിയമനവുമായി ബന്ധപ്പെട്ട് മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ടായിരുന്ന സമയത്തെ ഉണ്ടായിരുന്ന കേസായിരുന്നു പക്ഷേ ഈ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ താൽക്കാലിക VC നിയമനവുമായി ബന്ധപ്പെട്ട കേസ്. 2023 കണക്ക് പ്രകാരമാണെങ്കിൽ സംസ്ഥാനത്തെ 9 സർവകലാശാലകളിൽ VC ഇല്ലാത്തൊരു അനിശ്ചിതാവസ്ഥ തുടരുന്നു. ആ സാഹചര്യത്തിൽ കൂടിയായിരുന്നു 4 സർവകലാശാലകളിൽ താൽക്കാലികമായിട്ടൊരു VC നിയമനത്തിലേക്ക് അന്നത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, സർവകലാശാലകളുടെ ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണർ കടക്കുന്നത്. ആ കേസ് ഒരു പക്ഷേ ഈ ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ അതൊരു തിരിച്ചടിയാണെങ്കിൽ പോലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സെർച്ച് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് സർവകലാശാലകൾ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായക തീരുമാനങ്ങൾ എടുക്കുന്ന, നിയമരൂപീകരണം നടത്തുന്ന സെർച്ച് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒരു പ്രതിനിധിയെ നൽകണമെന്ന രാജ്ഭവന്റെ ഭാഗത്തു നിന്നും നിർദ്ദേശമുണ്ടായിരുന്നു. പക്ഷേ സംസ്ഥാന സർക്കാർ ആ പ്രതിനിധിയെ നൽകാൻ തയ്യാറായില്ലായിരുന്നു. അതോടൊപ്പം തന്നെ അതത് സിൻഡിക്കേറ്റ് യോഗങ്ങൾ, രജിസ്ട്രാർ അധ്യക്ഷനായിരിക്കുന്ന അതത് സിൻഡിക്കേറ്റ് യോഗങ്ങളുടെ മിനിറ്റ്സുകൾ യഥാസമയം രാജ്ഭവനിലേക്ക് നൽകണമെന്നൊരു നിർദ്ദേശവും ഉണ്ടായിരുന്നു. ഈ 2 കാര്യങ്ങളും ഇത്തരത്തിൽ നടന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഒരു അനിശ്ചിതാവസ്ഥ മറികടക്കാൻ വേണ്ടിയിട്ട് ഈ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിൽ താൽക്കാലികമായിട്ടാണെങ്കിൽ പോലും ഡോക്ടർ സിസ തോമസിനെയും ഡോക്ടർ ശിവപ്രസാദിനെയും VCയായി നിയമിക്കുന്നത്. SFI ഉൾപ്പെടെയുള്ള സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നുവെങ്കിലും അത്തരത്തിലൊരു അനിശ്ചിതാവസ്ഥ മറികടക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ താൽക്കാലിക VC നിയമനത്തിലേക്ക് കടന്നിരുന്നു. പക്ഷേ ഈ VC നിയമനം അത് അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിരുന്നില്ല. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സിൻഡിക്കേറ്റ് യോഗങ്ങളുടെ മിനിറ്റ്സ്, അതോടൊപ്പം തന്നെ സെർച്ച് കമ്മിറ്റിയിലേക്ക് 5-അംഗ കമ്മിറ്റിയിലേക്ക് സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധിയെ നൽകാതിരുന്നതും അത് വലിയ രീതിയിലൊരു പ്രതിസന്ധിയായി, ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഒരു പ്രതിസന്ധിയായിട്ട് നിലനിൽക്കുക. പ്രത്യേകിച്ച് ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല പോലുള്ള ഈ സർവകലാശാലകളിൽ അത് വലിയൊരു പ്രതിസന്ധിയായിരുന്നു. അപ്പോൾ എന്തായാലും ഈ വിഷയങ്ങൾ എന്തെങ്കിലും നിയമസാധ്യതയുണ്ടോ, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സെർച്ച് കമ്മിറ്റി, സിൻഡിക്കേറ്റ് യോഗങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എന്തെങ്കിലും നിയമപരിഗണന കിട്ടുമോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് രാജ്ഭവൻ ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണർ ഈ വിഷയമായിട്ട് മുന്നോട്ട് പോകുന്നത്, സുപ്രീം കോടതിയിലേക്ക് പോകുന്നത്. എന്തായാലും ഈ വിഷയം ചൊവ്വാഴ്ച സുപ്രീം കോടതിയിലേക്ക് എത്തും. അത് കേസ് പരിഗണിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഹൈക്കോടതി വിധിക്കെതിരെ എന്ന് പറയാൻ സാധിക്കില്ല. ഒരുപക്ഷെ അതിൽ എന്തെങ്കിലും സാധ്യതകൾ, ഈ ചൂണ്ടിക്കാണിച്ച വിഷയങ്ങളിലെ സാധ്യതകൾ പരിശോധിക്കുക എന്നത് കൂടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പ്രതിനിധിയെ നൽകാത്തതും അതോടൊപ്പം തന്നെ ഈ സിൻഡിക്കേറ്റ് യോഗങ്ങളുടെ അനിശ്ചിതത്വം ഒക്കെ ഒരുപക്ഷെ കോടതിയിൽ വീണ്ടും ചർച്ചയാകും. സർവകലാശാലകളിലെ പ്രശ്നങ്ങൾ 2023 മുതൽ തുടങ്ങിയതാണ്. ഒരുപക്ഷെ മാറി വന്ന ഗവർണറും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരും തമ്മിലുള്ള വിഷയമൊക്കെ 2003 മുതൽ തുടങ്ങിയ വിഷയമാണ്. എന്തായാലും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും നിയമമന്ത്രിയും ഗവർണറെ രാജ്ഭവനിൽ എത്തി കണ്ടതിന് പിന്നാലെ, അല്ലെങ്കിൽ ഒരുപക്ഷെ അത് സമരസപ്പെട്ടു എന്നതിന് പിന്നാലെയാണ് ഗവർണർ ആ തീരുമാനത്തിൽ നിന്നും പിന്മാറുന്നില്ല. കേസുമായിട്ട് സുപ്രീം കോടതി വരെ പോകാൻ തന്നെയാണ് നിലവിലെ തീരുമാനം. ദേവിക.